إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصفيه وخليله وأمينه على وحيه ما ترك خيرا إلا دل الأمة عليه ولا شرا إلا حذرها منه فصلوات الله وسلامه وبركاته عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക, അവനെ ധിക്കരിക്കാതിരിക്കുക. അറിയുക, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനേകായിരം അനുഗ്രഹങ്ങൾ നുകർന്നുകൊണ്ടാണ് നാം ഓരോരുത്തരും ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസു ഉദ്കുറു നിഅമതല്ലാഹി അലൈക്കും. അല്ലയോ ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറു നിഅമതല്ലാഹി അലൈക്കും. അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസം ഖൽബിൽ പുൽകിയവരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾ, അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നബിമാർ തങ്ങളുടെ സമുദായത്തോട് ആവശ്യപ്പെട്ടതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളെ കുറിച്ച് ആലോചിക്കുക, അത് ഓർത്തെടുക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒന്നിലേറെ നബിമാർ തങ്ങളുടെ സമുദായത്തോടായി ആവശ്യപ്പെട്ടു, ഫദ്കുറു ആല അല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്ത നിഅമത്തുകളെ കുറിച്ച് നിങ്ങൾ ഓർക്കൂ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് പറഞ്ഞു, വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഉദ്കുറു നിഅമതല്ലാഹി അലൈക്കും. അല്ലയോ എന്റെ സമുദായമേ, റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളെ കുറിച്ച് ആലോചിക്കുന്നതിൽ, അത് ഓർത്തെടുക്കുന്നതിൽ ഒരുപാട് ഉപകാരങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയുള്ള സ്നേഹം അത് വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അവന്റെ മാർഗത്തിൽ അവന് ചെയ്തു നൽകേണ്ടുന്ന ബാധ്യതകൾ ഞാൻ നിർവഹിച്ചിട്ടില്ല, അതിലെവിടെയോ എന്തെല്ലാമോ പ്രശ്നങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നും ഒരു മുഅ്മിനിനെ അത് ഓർമ്മിപ്പിക്കുന്നതാണ്. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എത്ര നിഅമത്തുകളാണ് നാം നുകർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആവശ്യത്തിലുപരി ആസ്വാദനത്തിന് വേണ്ടി നാം നുകരുന്ന, അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ വെട്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി. മനുഷ്യൻ അവനവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു നൽകിയ മഹത്തരമായ അനുഗ്രഹമാണത്. രാവിലെ എഴുന്നേൽക്കുന്നു, രാത്രി കിടക്കുന്നത് വരെ എത്ര തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ തീന്മേശയിലേക്ക്, നമ്മുടെ തളികകളിലേക്ക് നാം വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു നൽകിയ മഹത്തരമായ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, അഫറഅയ്തും മാ തഹറുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ അത് മുളപ്പിക്കുന്നത്, അതല്ല നാമാണോ അതിനെ മുളപ്പിച്ച് നൽകുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി, മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ. അന്ന സബബ്നൽ മാഅ സബ്ബ, എപ്രകാരമാണ് നാം ആകാശത്തിൽ നിന്ന് മഴ ചൊരിഞ്ഞതെന്ന്. സുമ്മ ശഖഖനൽ അർദ ശഖാ, അങ്ങനെ ആ മഴ കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയെ പിളർത്തി. ഫഅംബത്നാ ഫീഹാ ഹബ്ബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവൻ സസ്യങ്ങളെ മുളപ്പിച്ചു. വഅൈനബൻ വഖദ്ബാ, നിങ്ങൾക്ക് വേണ്ട മുന്തിരികളും അതുപോലെ തന്നെ വഖദ്ബാ പച്ചക്കറികളും റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. വസൈതൂനൻ വനഖ്ല, ഈന്തപ്പനകളും ഒലീവും റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉണ്ടാക്കി നൽകി. വഹദായിഖ ഗുൽബാ, ഇടതൂർന്ന കൃഷികളും റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകി. വഫാകിഹതൻ വഅബ്ബാ, അപ്രകാരം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ട പഴവർഗ്ഗങ്ങളും നൽകി. മതാഅൻ ലക്കും വലിഅൻആമിക്കും,
നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഭക്ഷിക്കാൻ വേണ്ടിയാകുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല അപ്രകാരം ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്ന മറ്റേതെങ്കിലും ആരാധ്യൻ നിങ്ങൾക്കുണ്ടോ? ലാ ഇലാഹ ഇല്ലാഹു, ഇല്ല, അവനല്ലാതെ ആരാധനകൾക്ക് അർഹനായി മറ്റാരുമില്ല. ഫഅന്നാ തുഫകൂൻ, പിന്നീട് നിങ്ങൾ അപ്രകാരമാണ് തെറ്റിപ്പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ അൻആമ ഖലഖഹാ, അവൻ കന്നുകാലികളെ സൃഷ്ടിച്ചത് ലകും ഫീഹാ ദിഫ്ഉൻ വമനാഫിഅ, നിങ്ങൾക്ക് തണുപ്പകറ്റാനുള്ള വസ്തുക്കൾ അതിലുണ്ട്, കന്നുകാലികളിലുണ്ട്. വമനാഫിഅ, മറ്റുള്ള പ്രയോജനങ്ങളും അതിൽ നിങ്ങൾക്കുണ്ട്. വമിൻഹാ തഅകുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാനിൽ ഭൂമിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫീഹാ ഫാകിഹത്തുൻ വന്നഖ്ലു ദാതുൽ അക്മാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഈന്തപ്പനകളും നിങ്ങൾക്ക് ഉണ്ടാക്കി നൽകിയിരിക്കുന്നു. വൽ ഹബ്ബുൽ അസ്ഫി വർ റൈഹാൻ, നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള എല്ലാ ഭക്ഷണങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അതിലുണ്ടാക്കിയിരിക്കുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, പറജിന്നുകളെ, മനുഷ്യവർഗത്തിൽപ്പെട്ടവരെ, നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് നിഅമത്തുകളെയാണ് നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനെ സമുദായത്തിന് പരിചയപ്പെടുത്തി നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, വല്ലദി ഹുവ യുത്ഇമുനി വയസ്തീൻ, എനിക്ക് ഭക്ഷണം നൽകുന്നവനും എനിക്ക് പാനീയം നൽകുന്നവനുമാണ് എന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല. പലപ്പോഴും സഹോദരങ്ങളെ, ഈ നിഅമത്തുകളെ കുറിച്ച് നാം ആലോചിക്കാറില്ല. തീന്മേശയിലേക്ക് വരുന്നു, ഭക്ഷിക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു എന്നതിലപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹമാണിത് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമ്മുടെ മനസ്സുകളിലേക്ക് വരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ താഴെയുള്ളവരിലേക്കാണ്. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, ദുനിയാവിന്റെ മോഹപരിധികളിൽ, ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ, ദുനിയാവിന്റെ സുഖാനുഭൂതികളിൽ നിങ്ങളെക്കാൾ മുന്നിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു നൽകിയ അനുഗ്രഹങ്ങൾ അതിനെ വില കുറച്ച് കാണാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത് അതത്രേ. സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുകളിലൂടെ വീക്ഷിക്കുമ്പോൾ വിശപ്പ് അനുഭവിക്കേണ്ടവരായിരുന്നില്ല എന്ന് നാം ചിന്തിച്ചു പോകുന്ന എത്ര ആളുകൾ വിശപ്പിന്റെ കാഠിന്യം അനുഭവിച്ചിരിക്കുന്നു. അവർ വിശപ്പൊരിക്കലും അർഹിക്കുന്നവരായിരുന്നില്ല എന്ന് നാം ആലോചിച്ചു പോകുന്ന എത്ര ആളുകൾ വിശപ്പിന്റെ പ്രയാസം അനുഭവിച്ചു പോയിരിക്കുന്നു. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖന്തഖ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു, ലമ്മ ഹഫറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഹാബുൽ ഖന്തഖ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബാക്കളും ഖന്തഖിന്റെ യുദ്ധത്തിൽ കുഴി കുഴിക്കുന്ന സന്ദർഭത്തിൽ അസാബഹും ജഹ്ദുൻ ശദീദ്, അവരെ നന്നായി വിശപ്പ് ബാധിച്ചു, പട്ടിണി അവരെ ബാധിച്ചു. ഹത്താ റബത നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ബത്നിഹി ഹജറൻ മിനൽ ജൂഅ്, എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബാക്കളും കല്ല് തങ്ങളുടെ വയറ്റിലേക്ക് കെട്ടിയിട്ടിട്ട് അവർക്ക് പണിയെടുക്കേണ്ടി വന്നു. എന്നിട്ടും റബ്ബിന്റെ ദീനിനെ മറന്നിട്ടില്ല. വിശപ്പിന്റെ നേരത്ത് പോലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി അവർ പ്രവർത്തിച്ചത്. സഹോദരങ്ങളെ, ഇന്നിന്റെ നാളുകളിൽ പോലും നാം കേൾക്കുന്നില്ലേ, വിശപ്പ് തങ്ങളുടെ കണ്ണിമ താഴ്ത്തി കളഞ്ഞവർ, വിശപ്പിന്റെ കാഠിന്യം തങ്ങളുടെ ശരീരങ്ങളെ ശോഷിപ്പിച്ച് കളഞ്ഞവർ, വിശപ്പിനെ കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്തവർ, എല്ലിന്റെ മുകളിൽ തൊലി മാത്രം ആവരണം ചെയ്ത നിഷ്കളങ്കരായ എത്ര പിഞ്ചു മക്കളുടെ ചിത്രങ്ങൾ കാണാത്തവരെ ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്ത് ചെറുതല്ല, അതിന്റെ വില മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ശുക്ർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായ അനുഗ്രഹമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന് തക്കതായ രൂപത്തിൽ ശുക്ർ ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അവന്റെ സഹായം ഇറക്കി നൽകുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നോമ്പുകാരനായിരിക്കുന്ന സന്ദർഭത്തിൽ മഗ്രിബിന്റെ സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഭക്ഷണവുമായി തങ്ങളുടെ കുടുംബം വരികയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറും മിന്നി. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉഹദിന്റെ രണാങ്കണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു.
അദ്ദേഹമാകട്ടെ എന്നേക്കാൾ നല്ലവനാണ്. ഫലം യൂജദ് ലഹു മാ യുക്ഫനു ഫീഹി ഇല്ലാ ബുർദ. അദ്ദേഹത്തെ മറമാടാൻ അവർക്ക് കിട്ടിയത് ഒരു കഷ്ണം തുണി മാത്രമാണ്. എന്താണ് ആ തുണിയുടെ വിശേഷണം? ഇൻ ഗുത്തിയ ബിഹാ റഅസുഹു ബദത് റിജ്ലാഹു വ ഇൻ ഗുത്തിയ ബിഹാ റിജ്ലാഹു ബദത് റഅസുഹു. ആ തുണി കൊണ്ട് അദ്ദേഹത്തിന്റെ തല മൂടിയാൽ കാല് പുറത്താണ്, അദ്ദേഹത്തിന്റെ കാല് മൂടിയാൽ തല പുറത്താണ്. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ثم بسط لنا من الدنيا. അദ്ദേഹത്തിന് ശേഷം അടുത്തേക്ക് ശേഷം സഹാബി പറയുകയാണ്, നമുക്ക് ദുനിയാവ് അങ്ങനെ തുറന്നു വെച്ച് തന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ ദുനിയാവ് തുറന്നു വെച്ചു. ഹത്താ ഖശീനാ അൻ തകൂന ഹസനാതുനാ ഉജ്റത ഇലൈനാ. എത്രത്തോളം എന്ന് വെച്ചാൽ നാം ഭയപ്പെടുകയാണ്, നാം ചെയ്തു പോയ നന്മകൾ അതിനുള്ള പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് തരികയാണോ? ആഖിറത്തിൽ ലഭിക്കേണ്ട പ്രതിഫലങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിവെച്ച് ദുനിയാവിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന്റെ പ്രതിഫലങ്ങൾ നൽകുകയാണോ എന്ന് പേടിച്ചുകൊണ്ട് അദ്ദേഹം കരയുകയാണ്. സഹോദരങ്ങളെ, നാം നമ്മുടെ അവസ്ഥയിലേക്ക് കൂടി തിരിഞ്ഞു നോക്കുക. ദിനേന എത്ര തരം ഭക്ഷണമാണ് നാം നമ്മുടെ വയറിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിൽ പോലും 2-3 വിഭവങ്ങളാണ്. നാട് നീറ ഹോട്ടലുകളാണ് തുറക്കുന്നത്. ഒരു നാട്ടിൽ തന്നെ 2-3 ഭക്ഷണശാലകളാണ്. നാം തന്നെ ഇടയ്ക്ക് നമ്മോട് പറയാറില്ലേ, ഇന്ന് നമ്മൾ ഇവിടുന്നല്ലേ കഴിച്ചത്, നാളെ നമുക്ക് അവിടുന്ന് കഴിക്കാം. ഇന്ന് നമ്മൾ കഴിച്ചത് ഇങ്ങനെയുള്ള ഭക്ഷണമല്ലേ, നാളെ നമുക്ക് മറ്റുള്ള തരത്തിലുള്ള ഭക്ഷണം കഴിച്ചേക്കാം. നമ്മുടെ നാടിൽ അല്ലാത്തതുകൂടി മറ്റുള്ള നാട്ടുകളിലെ ഭക്ഷണം കൂടി നമ്മുടെ നാടുകളിൽ നമുക്ക് ലഭിക്കുന്ന സന്ദർഭമാണ്. പേടിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഭക്ഷണം, നമ്മുടെ പ്രതിഫലം അത് നമുക്ക് ദുനിയാവിൽ നിന്ന് തന്നെ നൽകുകയാണോ? നമ്മേക്കാൾ ഖൈറായ ഉത്തമരായ എത്ര ആളുകൾ വിശപ്പ് അനുഭവിച്ചു പോയിരിക്കുന്നു. നാം ഒരിക്കലും വിശപ്പ് അനുഭവിച്ചിട്ടില്ല. ഭക്ഷണത്തിന്റെ ആസ്വാദനത്തിൽ നാം മതിമറന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ് ഭക്ഷണം എന്ന് മനസ്സിലാക്കിയവരെ നിഅമത്തിനെ കുറിച്ച്, അനുഗ്രഹത്തെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചയോടടുക്കുന്ന സമയത്ത് തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പോരുന്ന വഴിയിൽ അബൂബക്കറിനെയും ഉമറിനെയും കാണുന്നുണ്ട്. അബൂബക്കറിനോടും ഉമറിനോടും ചോദിച്ചു റളിയല്ലാഹു അൻഹുമാ മാ അഖ്റജകുമാ ഹാദിഹി സഅ. ഈ സന്ദർഭത്തിൽ, ഈ സമയത്തിൽ എന്താണ് നിങ്ങൾ പുറത്തേക്ക് ഇറക്കിയത്? അബൂബക്കറും ഉമറും പറഞ്ഞു, അൽ ജൂ, വിശപ്പാണ് അല്ലാഹുവിന്റെ റസൂലേ, വിശപ്പിന്റെ കാഠിന്യമാണ് അല്ലാഹുവിന്റെ റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെയും പുറത്തിറക്കിയത് അത് തന്നെയാണ്. അവർ 3 പേരും അൻസാരിയായ സഹാബിയുടെ വീട്ടിലേക്ക് കടക്കുകയാണ്. അവിടെ നിന്ന് ചില കാരക്കുകളും ചില ഈത്തപ്പഴങ്ങളും വെള്ളവും ഒരാടിനറുത്ത് കുറച്ച് ഇറച്ചിയും അവിടത്തേക്ക് നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചതിന് ശേഷം ആ ഇരു സഹാബിമാരോട് പറയുകയാണ്, വല്ലാഹി ലതുസ്അലുന്ന അൻ ഹാദാ വല്ലാഹി ലതുസ്അലുന്ന അൻ ഹാദിഹി നിഅമതി യൗമൽ ഖിയാമ. അല്ലാഹു തന്നെയാണ് സത്യം, ഖിയാമത്തിന്റെ നാളിൽ ഈ നിഅമത്തിനെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഒരിറ്റ് കാരക്കയുടെ പേരില, ഒരിറ്റ് വെള്ളത്തിന്റെ പേരില റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നാം എന്താണ് ഉത്തരമായി കണ്ടുവച്ചിട്ടുള്ളത്? അല്ലാഹുവിനെ ശുക്ർ ചെയ്യുക സഹോദരങ്ങളെ. മനസ്സിനെ പറഞ്ഞു ബോധിപ്പിക്കുക, ഇത് റബ്ബിന്റെ അനുഗ്രഹമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ റബ്ബിനെ ഓർക്കാൻ മറക്കാതിരിക്കുക. അൽഹംദുലില്ലാഹി അൽദി അത്അമനി ഹാദാ വറസഖനിഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. എന്റെ ശേഷി കൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എനിക്ക് നൽകിയത്. പ്രവർത്തനത്തിലൂടെ ശുക്ർ പുറമേക്ക് കാണേണ്ടതുണ്ട്, പ്രകടമാകേണ്ടതുണ്ട്. ഇത്ആമു തആം, അഗതികൾക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണം നൽകുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഏതൊരു റബ്ബിന്റെ ഭക്ഷണം കഴിച്ചിട്ടാണോ നീ നിന്റെ ശരീരത്തെ പോഷിപ്പിച്ചെടുത്തത്? ഏതൊരു റബ്ബിന്റെ അനുഗ്രഹമായ ഭക്ഷണം നുകർന്നിട്ടാണോ നീ നിന്റെ ശരീരത്തെ നേരായി നിലനിർത്തി പോരുന്നത്? ആ ശരീരം കൊണ്ട് ആ റബ്ബിനെ നീ ധിക്കരിച്ചുകൂടാ. ആ ഭക്ഷണം നീ പ്രയോജനപ്പെടുത്തേണ്ടത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയുള്ള ശുക്രിന്റെ മേഖലയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് തക്കതായ രൂപത്തിൽ ശുക്ർ ചെയ്യാൻ, നന്ദി കാണിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക്, കരളിന്റെ കഷ്ണങ്ങൾക്ക്, പിഞ്ചോമനകൾക്ക്, നിഷ്കളങ്കരായ ആ മുഖങ്ങൾ ആരെയാണ് വേദനിപ്പിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം എത്രയും വേഗം അവർക്ക് നൽകുമാറാകട്ടെ. വിശപ്പ് അനുഭവിക്കുന്ന പാവങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം നൽകുമാറാകട്ടെ. അവരുടെ ശത്രുക്കളെ റബ്ബ് സുബ്ഹാനഹു വ തആല ചിന്ന ഭിന്നമാക്കുമാറാകട്ടെ, തകർക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്ഭുതങ്ങൾ അവരിലൂടെ അവൻ നമുക്ക് കാണിച്ചു നൽകുമാറാകട്ടെ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اصلح لنا ديننا الذي هو عصمة أمرنا
واصلح لنا دنيانا التي فيها معاشنا واصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.